താനൂർ കസ്റ്റഡി കൊലപാതകത്തിൽ അറസ്റ്റ് ഉണ്ടായിട്ടുണ്ട്. ഒരു തിരൂരങ്ങാടിക്കാരൻ എന്ന നിലയിൽ ആ ഒരു സംഭവം നടന്ന വ്യക്തിയുടെ വീടിനോട് ചേർന്ന നാട്ടുകാരെന്ന നിലയിൽ എങ്ങനെയാണ് കാണുന്നത്? അത് ഏറെ സന്തോഷം നൽകുന്നു. പക്ഷേ അറസ്റ്റ് കുറച്ച് വൈകി എന്ന് പറയാൻ ഇപ്പോൾ ഏകദേശം കഴിഞ്ഞ ജൂലൈ അവസാനത്തിലാണ് ഈ സംഭവം നടക്കുന്നത്. ഇതിപ്പോൾ അടുത്ത ജൂലൈയിലേക്ക് ഇനി 2 മാസമേ ബാക്കിയുള്ളൂ. 10 മാസത്തിൻ്റെ ശേഷമാണ് ഈ സംഭവം അറസ്റ്റ് നടക്കുന്നത്. അതും 4 പോലീസുകാരെ. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ തന്നെ 4 പോലീസുകാരാണ് അതിലെ പ്രധാന പ്രതികൾ എന്ന് ബോധ്യമായിരുന്നു. പക്ഷേ അതിലെ യഥാർത്ഥ പ്രതികളിലേക്ക്, അതായത് ഇത് ചെയ്യിച്ച ആളുകളുണ്ട്, ഇപ്പോൾ കുറ്റകൃത്യം നടത്തിയ ആളുകളെയാണ് ഈ 4 പോലീസുകാർ, അതായത് ഡാൻസ് ഓഫ് ടീമിലെ 4 പേരെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇത് യഥാർത്ഥത്തിൽ അത് ഏറ്റവും പ്രധാന പ്രതി എന്ന് പറയുന്നത് അന്നത്തെ മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയായിരുന്ന സുജിത് ദാസ് IPS ആണ്. അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള ടീമാണ്. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഈ കൊലപാതകം നടന്നത് എന്നുള്ളതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതിനെതിരെ ശക്തമായ സമരവുമായി നിരന്തരം രംഗത്തുണ്ടായിരുന്നവരുമാണ്. അതുമാത്രമല്ല, റിപ്പോർട്ടർ ചാനൽ തന്നെ നിരവധി തെളിവുകൾ ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ എല്ലാ എവിഡൻസും അടക്കം റിപ്പോർട്ടർ ചാനൽ തന്നെ പുറത്തുവിട്ടിരുന്നു. അത് പ്രകാരം എപ്പോഴോ അറസ്റ്റ് ചെയ്യേണ്ടിയിരുന്നത് CBI കുറച്ച് വൈകിപ്പിച്ചു എന്നുള്ള ഒരു ആക്ഷേപം നമുക്കുണ്ടെങ്കിലും ഇപ്പോഴെങ്കിലും ആ നീതിയിലേക്ക് കാര്യങ്ങൾ അടുക്കുന്നു എന്നതിൽ വലിയ സന്തോഷമുണ്ട്. ഉന്നതരിലേക്ക് ഉൾപ്പെടെ അന്വേഷണം എത്തുന്നുള്ള പ്രതീക്ഷ ഉണ്ടോ നാട്ടുകാർ? ഉന്നതരിലേക്ക് എത്തിയെങ്കിലേ ഇതിലെ യഥാർത്ഥ പ്രതികൾ പുറത്തു വരുള്ളൂ. കാരണം ഇപ്പോൾ 4 പേരെ പിടിച്ചു, അവരതിലെ കുറ്റകൃത്യത്തിൽ പങ്കെടുത്തവർ 4 പേര്, പക്ഷേ ഇത് ചെയ്യിച്ച ആളുണ്ട്. അതുമാത്രമല്ല, ഈ സംഗതി താനൂരിലെ ആ കോട്ടേഴ്സിൽ നടക്കുമ്പോൾ അവിടെ താനൂരിലെ CI ജീവൻ ജോർജ് വന്നിരുന്നു എന്ന് ഈ ദൃക്സാക്ഷികൾ തന്നെ ഇവരോടൊപ്പം പിടിയിലായ 12 പേരും മൊഴി കൊടുത്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ജീവൻ ജോർജ്, അന്നത്തെ DYSP ആയിരുന്ന ബെന്നി, ഷൈൻ ഷാ അടക്കമുള്ള ഒരുപാട് പേര്, ആ ഉന്നതരായ ഉദ്യോഗസ്ഥർ ഇതിൽ പിടിയിലാകാണ്ട് അവരെ കൂടി നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം എന്നുള്ളതാണ് നമുക്കൊക്കെ പറയാനുള്ളത്. പോലീസുകാരുടെ അറസ്റ്റ് ചെയ്തതിൽ സന്തോഷമുണ്ട്. പക്ഷേ ഇതിൽ പിന്നിലെ പ്രവർത്തിച്ചവർ യഥാർത്ഥ പ്രതികൾ ഇപ്പോഴും അറസ്റ്റിലായിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇതിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരെ പങ്കുണ്ട് എന്നുള്ളത് പിന്നെ നേരത്തെ നിങ്ങൾ റിപ്പോർട്ടർ ചാനലായാലും മറ്റ് ചാനലുകളിലൊക്കെ നമ്മളിത് മനസ്സിലാക്കിയതും വായിച്ചതൊക്കെ, പത്രങ്ങളിലൂടെ വായിച്ചതൊക്കെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവരുടെ പ്രത്യക്ഷമായും പരോക്ഷമായിട്ടൊക്കെ ഇതിൻ്റെ പിന്നിലുണ്ട്. അപ്പം ഇത് 3-4 പോലീസുകാരെ ഇട്ടിട്ട് അവർ ഇതിൽ ഒഴിഞ്ഞു മാറുകയാണ് എന്നുള്ളതാണ്. പക്ഷേ ഒരിക്കലും അവരെ ഒഴിഞ്ഞു മാറാൻ അനുവദിക്കില്ല എന്നുള്ളതാണ് പറയാനുള്ളത്. മാത്രമല്ല, ഒരു പാവപ്പെട്ട ഒരു ചെറുപ്പക്കാരനെ പോലീസ് സ്വത്തിനും ജീവനും സംരക്ഷണം നൽകേണ്ട പോലീസ് തന്നെ ഒരു ചെറുപ്പക്കാരനെ വളരെ നിഷ്ഠൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയിട്ട് അതിന് ന്യായീകരണം പറഞ്ഞ് DYSP ആയാലും SP ആയാലും ഇവരൊക്കെ ന്യായീകരണം പറഞ്ഞ് പാവപ്പെട്ട ചില പോലീസുകാരെ മാത്രം കരുവാക്കി തേക്കാൻ മാത്രം അത് ഒഴിഞ്ഞു മാറാൻ മാത്രം മണ്ടന്മാരല്ല ഇവിടുത്തെ ജനങ്ങൾ എന്നുള്ളതാണ് പറയാനുള്ളത്. ഏതായാലും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരെ വെളിച്ചത്ത് കൊണ്ടുവരികയും അവർക്ക് അർഹമായ ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നവരെ ഇതിൻ്റെ പോരാട്ടത്തിൽ ഇവിടുത്തെ ജനങ്ങളുണ്ടാകുമെന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇന്ന് രാവിലെ മുതൽ കേൾക്കാനിടയായ ഒരു വാർത്തയാണ് താമിർ ജിഫ്രി വധക്കേസിലെ പ്രതികളെ അറസ്റ്റ് ചെയ്തു എന്ന്. ഇതിലേറ്റവും വലിയ അംഗീകാരം അറിയിക്കുന്ന റിപ്പോർട്ടർ ചാനലിലാണ്. എന്നുവെച്ചാൽ ഇതിൻ്റെ തുടക്കം മുതലേ അവരിതിൻ്റെ പിന്നിലായിട്ട് കൂടി കാര്യങ്ങൾ വ്യക്തമായി CBIനെ ധരിപ്പിച്ചിട്ടുണ്ടെന്നുള്ള ഉദ്ദേശത്തിലാണ് ഞങ്ങളൊക്കെ. മാത്രമല്ല, ഇതിൻ്റെ ജനങ്ങൾക്ക് നീതി കിട്ടുന്നുണ്ട് എന്നുള്ളതും കൂടി ഇതിലൊരു വ്യക്തതയാണ്. കാരണം സ്റ്റേഷൻ പരിധിയിൽ നിന്ന് ആളുകളെ അടിച്ചു കൊല്ലുന്ന രീതി ജനങ്ങളിലേക്ക് എത്തിപ്പെടുമ്പോൾ ജനങ്ങൾ ഭയത്തിലാണ്. കാരണം പോലീസ് സ്റ്റേഷനിലൊക്കെ ഇങ്ങനെയൊക്കെ പീഡനങ്ങൾ സഹിക്കണമെന്ന് ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തുമ്പോൾ ഭയങ്കര സങ്കടമുണ്ട്. പക്ഷേ ഇതിൽ നീതി കിട്ടി എന്നുള്ള ഏറ്റവും വലിയ ഒരു സന്തോഷത്തിലാണ് ഇവിടുത്തെ ജനങ്ങൾ എന്നുള്ളതാണ് ഇതിൻ്റെ വ്യക്തത. ഉൾപ്പെടെ പങ്കുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ പുറത്തു വരുന്ന പ്രതീക്ഷിക്കുന്നു. ഈ ഇതിൽ പോക്കുകയാണെങ്കിൽ എന്തായാലും ഇതിൻ്റെ ഉന്നതരെ പിടിക്കപ്പെടുമെന്നാണ് ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത്. കാരണം ഈ 4 ആളെ പിടിച്ചെന്ന് കേൾക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് സന്തോഷം. അതുകൊണ്ട് ഇനിയുമുള്ള പ്രതികളെ ഉടനെ പിടിക്കുമെന്നാണ് ഞങ്ങളെല്ലാം പ്രതീക്ഷിക്കുന്നത്. കസ്റ്റഡി കൊന്നാൽ അതിനെ അറസ്റ്റ് ചെയ്യണം. അതാണ് എനിക്ക് പറയാനുള്ളത്. ഈ സംഭവമൊക്കെ പുറത്തു വന്ന സമയത്ത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവരുൾപ്പെടെ അറസ്റ്റ് ചെയ്യണമെന്ന് കുടുംബം ആവശ്യപ്പെടുന്നുണ്ട്. ശരിയല്ലേ? ഉദ്യോഗസ്ഥന്മാർക്ക് പങ്കുണ്ടെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്യണം. അത് സംഗതി ശരിയാണ്. പങ്കുണ്ടെങ്കിൽ കഴിഞ്ഞില്ലേ? CBIൻ്റെ അന്വേഷണം നല്ല രീതിയിൽ പോണ്ട്. നമ്മൾ ഇതിൽ ആദ്യം മുതലേ നമ്മൾ പറഞ്ഞത് CBI അന്വേഷണം വേണമെന്നാണ്. അത് സർക്കാർ തലത്തിൽ നമ്മൾ അതിനെതിരെ ശക്തമായിട്ട് മലപ്പുറം കളക്ടറേറ്റിൻ്റെ മുന്നിൽ അതിശക്തമായ സമര പ്രഖ്യാപനം നടത്തി, സമരവും നടത്തി. അതിൻ്റെ പേരിലാണ് അത് CBIക്ക് വിട്ടത്.
CBIക്ക് വിട്ട് ഏതാണ്ട് മാസങ്ങളായി. ഇന്നിപ്പോൾ നമുക്ക് അറിയാൻ പറ്റിയത് അതിലെ യഥാർത്ഥ പ്രതികളായ 4 പേരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്നു എന്ന് പറഞ്ഞു. അതിൽ ഞങ്ങൾ ഒരുപാട് സന്തോഷിക്കുന്നു. പക്ഷേ ഞങ്ങൾക്കുള്ളൊരു അമർഷം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ തലപ്പത്തിരിക്കുന്നത് നമുക്ക് യഥാർത്ഥത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരേണ്ട 2 ആൾ. ഒന്ന് താനൂർ CI ജീവൻ ജോർജും അന്നത്തെ മലപ്പുറം SP-നാണ് ഇതിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരണം, ഈ നിയമത്തിന് മുമ്പിലേക്ക് കൊണ്ടുവന്ന് അവരെയും ഇതിലേക്ക് വിധേയമാക്കണം. അതാണ് നമ്മളെ മെയിൻ ആവശ്യം. പക്ഷെ ഇതിലേക്ക് എത്തിയിട്ടില്ല. അവരിതിലേക്ക് കൊണ്ടുവരണം, അന്വേഷണ പരിധിയിലേക്ക് അവരെയും കൊണ്ടുവരണം. എന്നാലേ ഇത് യഥാർത്ഥമാവുള്ളൂ. കാരണം താമിർ ജിഫ്രി എന്ന് പറഞ്ഞ സഹോദരനെ അദ്ദേഹം മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അറിഞ്ഞിടത്തോളം അത് ഉപയോഗിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷെ അത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിനായിട്ടുള്ള രീതി ഉണ്ട്, കോടതികളുണ്ട്, സംവിധാനങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ ഒരാളെ അറസ്റ്റ് ചെയ്തിട്ട് കൊണ്ടുപോയിട്ട് അടിച്ചു കൊല്ലുക എന്ന് പറഞ്ഞത് ശരിയല്ല. അതിനെതിരെയാണ് നമ്മൾ ശക്തമായിട്ട് പ്രതിഷേധം അറിയിക്കും. അതിൻ്റെ പിന്നിൽ നമ്മൾ കമ്മിറ്റി രൂപീകരിച്ച്, മമ്പുറത്ത് കമ്മിറ്റി രൂപീകരിച്ച് അതിശക്തമായിട്ട് മുന്നോട്ട് പോയി കളക്ടറേറ്റ് ഉപരോധിച്ച് കളക്ടറേറ്റിൻ്റെ മുന്നിൽ സമരം നടത്തി CBIനെ കൊണ്ട് അന്വേഷിക്കണമെന്ന് പറഞ്ഞു. അവസാനം CBIക്ക് സർക്കാർ കേസ് വിട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പം അറിയാൻ പറ്റിയത് ഈ 4 പേരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്നു എന്നാണ്. ഏതായാലും സന്തോഷമാണത്. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ അനുഭവിക്കണം. അതന്നെ നമ്മളെ അതിൽ അവരാണ് ഇതുണ്ടെങ്കിൽ. പോലീസുകാരെന്ന് പറയുന്നത് നമ്മൾ സാധാരണക്കാരെ സംരക്ഷിക്കേണ്ട ആളുകൾ എന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടെ പോലീസിന് വീഴ്ച പറ്റി എന്നുള്ളതാണ് കണ്ടെത്തിയിട്ടുള്ളത്. അതുകൊണ്ടാണ് അറസ്റ്റ് എന്നൊക്കെ പറയുന്നത്. അതെ, അപ്പോൾ അതിനാണല്ലോ അപ്പോൾ നമ്മൾ CBIൻ്റെ അടുത്ത് കൊടുത്തിട്ടുണ്ട്. അവരുടെ ഇതുണ്ടെന്ന് തെളിവുണ്ടായതുകൊണ്ടാണല്ലോ അവർ അറസ്റ്റ് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ അവർ നല്ലൊരു കാര്യം തന്നെയാണ്. സർക്കാർ അതിനായിട്ടുള്ള നല്ല നിലപാടെടുത്തു. അപ്പോൾ CBIക്ക് വിട്ടു. അത് പെട്ടെന്ന് അധികമായിട്ടില്ലല്ലോ. ഇപ്പോൾ പെട്ടെന്ന് അതിന് ഫലം കണ്ടു എന്നാണ് നമുക്ക് പറയാം.